ഹായ് ഗൈസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ണർഷിപ്പിന് ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് അതിനകത്ത് ഒന്നാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനെപ്പറ്റി ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് രണ്ട് അക്കൗണ്ടാണ് നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഒന്ന് പറയുന്നത് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും പെർമനൻറ്റ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഈ പറഞ്ഞ അഡീഷണൽ ക്യാപിറ്റലും ഈ പെർമനൻറ്റ് വിഡ്രോവലും മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റൽ തന്നെയായിരിക്കും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാറാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ആ മെത്തേഡ് നമ്മൾ എന്ത് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാൻ കാരണം. ഈ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റുള്ള സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതുപോലത്തെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ്, ലോസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മീനിങ്ങിലോട്ട് പോകും. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ടു അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്സ്, ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ. The capital account is credited with the original capital contribution of the partner. It is also credited with the additional capital contribution of the partner. It is debited with the permanent withdrawal made by the partner out of the capital. All other adjustments relating to interest on capital, drawings other than out of capital, interest on drawings, salary, commission, share of net profit or loss, etc. will be in the current account. അപ്പോൾ ഈ പറഞ്ഞ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം എവിടെയാണ് കാണിക്കുന്നത്? സെപ്പറേറ്റ് അക്കൗണ്ടായ കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടതെന്ന് പറയുന്നത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ്. അപ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ അല്ലേ? ബൈ ബാലൻസ് ബ്രോഡ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനി എന്ത് ചെയ്യണം? അതിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്, ആ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ബിസിനസിൻ്റെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലാണ് തന്നിട്ടുണ്ടെങ്കിൽ ബൈ ബാലൻസ് ബ്രോഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ആ ക്യാപിറ്റൽ കാണിക്കും. അതേസമയം ഈ പറഞ്ഞ ന്യൂലി സ്റ്റാർട്ട് പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ക്യാഷ് എന്നല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ പെർമനൻറ്റ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ പെർമനൻറ്റ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ മാത്രമേ നമുക്ക് ആ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് ബാലൻസ് പറഞ്ഞ ഫിഗർ നമ്മൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇതാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റൽ അല്ലേ ബൈ ബാലൻസ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ബൈ ക്യാഷ് എന്ന് പറയും കാണിക്കും. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയും കാണിക്കും. ഡെബിറ്റ് സൈഡ് പെർമനൻറ്റ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ നമ്മൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിന് ഏത് ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് എന്നും പറയാൻ പറ്റില്ല, ക്രെഡിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, ഒന്നീ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും? ബൈ ബാലൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. ഈ പറഞ്ഞ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ടു ബാലൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? കാണിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സാലറി ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ബൈ സാലറി എന്ന് പറഞ്ഞ് കാണിക്കും. കമ്മീഷൻ ആണെങ്കിൽ ബൈ കമ്മീഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കും. P&L അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡ് ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതും കാണിക്കും. ഡെബിറ്റ് സൈഡിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, P&L അപ്രോപ്രിയേഷൻ, ലോസ്. ആ ലോസ് നമ്മൾ എന്ത് ചെയ്യാം? റേഷ്യോ അല്ലെ പ്രോഫിറ്റ് ആയിരുന്നാൽ ലോസ് ആയിരുന്നാൽ നമ്മൾ റേഷ്യോ ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് റേഷ്യോനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്ത ശേഷം മിച്ചം പറഞ്ഞ എമൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പം ഓപ്പണിംഗ് ബൈ ബാലൻസ് പ്രോഡോൺ അല്ലെങ്കിൽ ടു ബാലൻസ് പ്രോഡോൺ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലോസിങ് ടു ബാലൻസ് ക്യാരിഡ് എന്ന് പറയുന്നത് ചെയ്യുന്നത്.
പിന്നെ ഈ പറഞ്ഞ ഇയർലി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, പി ആൻഡ് അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ പറഞ്ഞ പോലെ ബാലൻസ് ക്യാരിഡ് ഓൺ അല്ലേ, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പറഞ്ഞ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിനകത്ത് പറഞ്ഞത്. ഓക്കെ, നമുക്കപ്പം അതിൻ്റെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മധു ആൻഡ് മനോഹർ സ്റ്റാർട്ടഡ് ബിസിനസ് ഇൻ പാർട്ണർഷിപ്പ് ഓൺ 1st January 2013. അപ്പം ബിസിനസ് തുടങ്ങിയതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതൊരു പറഞ്ഞിട്ടുണ്ട് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹25,000 ആൻഡ് 50,000 റെസ്പെക്റ്റീവ്. അപ്പോൾ ക്യാപിറ്റൽ എന്നുള്ള പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് പറഞ്ഞത് അല്ലേ. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് മധു കൊണ്ടുവന്ന ക്യാപിറ്റൽ 25,000, മനോഹർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ 50,000. ഇപ്പോൾ രണ്ടും നമ്മൾ കാണിക്കും. അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ under the partnership agreement Madhu was entitled to a salary of ₹250 per month. അപ്പോൾ മധുവിന് സാലറി എന്ന് പറയുന്നത് 250 പെർ മന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഏത് അക്കൗണ്ട് വരും? കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് പറഞ്ഞത്. അപ്പോൾ ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് മധുവിന് മാത്രം 250 × 12 സെയിം നമുക്ക് 3,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. അടുത്ത് ആൻഡ് ബോത്ത് ദി പാർട്ണേഴ്സ് വെർ entitled to 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് പറഞ്ഞത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ 25,000 50,000 അതിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത്? 6% എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 25,000 6% എന്ന് പറയുമ്പോൾ 25,000 × 6/100 ആണ്. അപ്പം ക്യാൻസൽ ചെയ്യുമ്പോൾ 250 × 6 എന്ന് പറയുമ്പോൾ 1,500 എന്ന് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,500. അതുപോലെ ആരെയും കാണണം? മനോഹറിൻ്റെയും കാണണം. അപ്പോൾ അത് 50,000 × 6/100. അപ്പോൾ 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 3,000 എന്ന് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മധുവിൻ്റെ ആയിട്ടുണ്ട്, മനോഹറിൻ്റെ ആയിട്ടുണ്ട്. അടുത്ത് ഡ്യൂറിംഗ് ദി ഇയർ മധു ആൻഡ് മനോഹർ ബിഡ്രീ ₹2,000 and 2,500 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അതിനെന്ത് പറയും? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ ഏത് അക്കൗണ്ടിൽ തന്നെ കാണിക്കുന്നത്? പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് മധുവിൻ്റെ കോളത്തിൽ 2,000, മനോഹറിൻ്റെ കോളത്തിൽ 2,500. 2,500. അടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഓൺ വിച്ച് ഇൻട്രസ്റ്റ് പേബിൾ ടു ദ ഫെയിം എമൗണ്ടഡ് ടു ₹200 and 250 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന ഇൻട്രസ്റ്റ് 200 250 ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിട്ട് കാണിച്ചാൽ മതി. അടുത്ത് ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31st December 2013 the firm has earned a net profit of ₹6,000 after making all the adjustments such as interest on capital, salary and interest on drawings. അപ്പം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് അവർ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6,000 എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്ന് പറഞ്ഞിട്ട് ആ 6,000-ന് ഏത് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കും? അവിടെ റേഷ്യോ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. ദ പാർട്ണേഴ്സ് ഷെയർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ 6,000 നമ്മൾ 1:2 എന്ന് പറയുമ്പോൾ 6,000 × 1/3 ആർക്ക് വരും? മധുവിന് കിട്ടും എന്ന് പറയുമ്പോൾ 2,000 കിട്ടും. അപ്പം 2/3 എന്ന് പറയുന്നത് മനോഹറിന് എത്ര കിട്ടും? 4,000 കിട്ടും. അപ്പോൾ 6,000 × 1/3 ആർക്ക്? മധുവിന്. 6,000 × 2/3 ആർക്ക്? മനോഹറിനും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഇപ്പം ഈ റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കായിരുന്നു. അടുത്ത് പ്രിപ്പയർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അസ്യൂമിംഗ് ദേ ആർ മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ട്സ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അല്ല, അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം ആയിട്ടുണ്ട്, ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഈ പറഞ്ഞ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പം 25,000 50,000 അടുത്ത അതേ സെയിം എമൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും 25,000 50,000. അപ്പം മിച്ചം പറഞ്ഞ എമൗണ്ട് നമ്മൾ എന്താ പറയുക? അല്ലെങ്കിൽ ബാലൻസ് പറഞ്ഞ എമൗണ്ട് എന്താ? ബാലൻസ് ക്യാരിഡ് ഓൺ. എത്ര? ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 25,000 50,000. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ തന്നെയാണ് ക്ലോസിങ്ങിലുള്ളത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ടാണ് ഈ മെത്തേഡ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ.
അടുത്ത പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഇവിടെ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ തന്നിട്ടില്ല. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് ബാലൻസ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കാൻ നേരത്ത് ആദ്യം ക്രെഡിറ്റ് സൈഡ് നമുക്ക് ബാലൻസ് ചെയ്യാം. മനോഹറിന് നോക്കുന്നത് 3000 4000 ആഡ് ചെയ്യുമ്പോൾ 7000 എന്ന് കിട്ടും. അടുത്ത് ഇവിടെ 3000 2000 1500 ആഡ് ചെയ്യുമ്പോൾ 6500 എന്ന് കിട്ടും. അടുത്ത് ഇതേ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിലും കാണിക്കണം 6500 7000. ഓക്കെ, എന്നിട്ട് ബാലൻസ് ചെയ്യാം. ന്യൂ ബാലൻസ് ക്യാരി ഡൗൺ. ന്യൂ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 6500 നിന്ന് 2200 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4300 എന്ന് കിട്ടും. അടുത്ത് 7000 നിന്ന് 2750 മൈനസ് ചെയ്യുമ്പോൾ 4250 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അക്കൗണ്ട്സ് അല്ലേ. നമ്പർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറഞ്ഞ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണ്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഈ പറഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രിപ്പയർ ചെയ്യുള്ളൂ അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. അടുത്ത് നേച്ചർ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ റിമെയിൻ അൺഓൾട്ടേഡ് ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ അല്ലേ ഓരോ വർഷം കഴിയുന്നതോറും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. പക്ഷേ അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണെങ്കിൽ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ബാലൻസ് അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം അല്ലെങ്കിൽ ഇയർ ടു ഇയർ എന്ന് നമുക്ക് പറയാം. അടുത്ത് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പറഞ്ഞ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലേ. ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം സെപ്പറേറ്റ് അക്കൗണ്ടായ ഏത് അക്കൗണ്ടിലാണ്, കറണ്ട് അക്കൗണ്ടിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കാണിക്കുന്നത്. ഈ പറഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാം ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഷോൺ ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. അടുത്ത നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബോത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ് അല്ലേ. ഈ പറഞ്ഞ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. ഈ 2 അക്കൗണ്ടും നമ്മൾ ഇവിടെ തന്നെ കാണിക്കും. ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് അല്ല 2 അക്കൗണ്ട് ബാലൻസ് ഇവിടെ തന്നെ കാണിക്കും, ബാലൻസ് ഷീറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റ് കാണിക്കും. അപ്പം ബോത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഇൻ കേസ് ഓഫ് എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ പറഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഉള്ളി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അടുത്ത് സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ ദി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് റിക്വയർഡ് ഫോർ മെയിൻറ്റെയിനിങ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പം പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതേസമയം പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല അല്ല ഈ പറഞ്ഞതിൽ വേറൊരു ഓറൽ എഗ്രിമെൻറ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് എന്ത് വേണ്ട, സ്പെസിഫിക് പ്രൊവിഷൻ്റെ ആവശ്യം ഇല്ല. അപ്പം ദർ ഈസ് എന്താണ് സ്പെസിഫിക് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ദർ ഈസ് നോ സച്ച് പ്രൊവിഷൻ, സ്പെസിഫിക് പ്രൊവിഷൻ ഈസ് റിക്വയർഡ് ഫോർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറയാം. ഫസ്റ്റ് ഡിഫറൻസ് ആണ് നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 അക്കൗണ്ട്സാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഒരു അക്കൗണ്ട് മാത്രമേ, ദാറ്റ് ഈസ് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് റിമെയിൻ ഓൾമോസ്റ്റ് അൺഓൾട്ടേഡ് ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി ബിസിനസ്. അടുത്ത ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം അല്ലെങ്കിൽ ഇയർ ടു ഇയർ എന്ന് നമുക്ക് പറയാം. അടുത്ത ഇയർലി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ എല്ലാം സെപ്പറേറ്റ് അക്കൗണ്ടായ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാം ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്, ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത് ഫോർത്ത്, ബോത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഉള്ളി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ, ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയുള്ളൂ. അത് സ്പെസിഫിക് പ്രൊവിഷൻ റിക്വയർഡ് ആണ്. എവിടെയാണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ സ്പെസിഫിക് പ്രൊവിഷൻ നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നോ സ്പെസിഫിക് പ്രൊവിഷൻ ഈസ് റിക്വയർഡ് ഫോർ മെയിൻറ്റെയിനിങ് എന്താണ് ഈ പറഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇസ് ദ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സോൾ ട്രേഡിംഗ് ഫെയിം ആണെങ്കിൽ നമുക്കറിയാം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണ്. അതേസമയം ഈ പറഞ്ഞൊരു പാർട്ട്നേഴ്സ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ടാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് കാര്യങ്ങളായിട്ട് പോകുന്നത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് എന്തെന്ന് പറഞ്ഞത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ അക്കൗണ്ട് എന്തിനാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യണത്? ഹൗ ദി നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഈ നെറ്റ് അല്ലേ ഈ പറഞ്ഞ പാർട്ട്നേഴ്സിന് ഈ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. അപ്പം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ഇൻ പാർട്ണർഷിപ്പ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദി പാർട്ട്നേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണെന്ന് പറഞ്ഞു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാറ്റാണ്. അപ്പം ഈ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നാലും കറണ്ട് അക്കൗണ്ട് ആയിരുന്നാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ 2 അക്കൗണ്ട് വരയ്ക്കും. അതേസമയം ഈ പറഞ്ഞ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2 അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു അക്കൗണ്ട് മാത്രം മതി. എന്ന് പറയുമ്പോൾ P&L അപ്രോപ്രിയേഷൻ പർട്ടിക്കുലർസ് എമൗണ്ട് മാത്രം മതി, ഡേറ്റിൻ്റെയും ആവശ്യമില്ല. അപ്പം ആദ്യം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഈ പറഞ്ഞ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ P&L അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള നെറ്റ് പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യണം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും കാണിക്കും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ. അതേസമയം നെറ്റ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ എമൗണ്ട് കാണിക്കുന്നത്. അടുത്ത് ഡെബിറ്റ് സൈഡിൽ പറഞ്ഞ ഐറ്റംസിലോട്ട് പോകാം. ഡെബിറ്റ് സൈഡിൽ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ എക്കും ബിക്കും എന്ന് വെച്ചാൽ 2 പാർട്ണർമാർക്ക് ഉണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിൽ എയുടെയും ബിയുടെയും കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്തിട്ടാണ് ഔട്ടർ കോളത്തിൽ എമൗണ്ട് കാണിക്കേണ്ടത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് സാലറി ഇപ്പോൾ 2 പാർട്ണർമാർക്ക് ഉണ്ടെങ്കിൽ 2 പേരുടെയും ഇന്നർ കോളത്തിൽ ചെയ്തതിന് ശേഷം വേണം ഔട്ടർ കോളത്തിൽ എമൗണ്ട് എഴുതേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ ഉള്ളെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം. അടുത്ത പാർട്ട്നേഴ്സ് കമ്മീഷൻ അതുപോലെ തന്നെയാണ്. പിന്നെ റിസർവ്, ഈ പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിസർവിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യും റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും കാണിക്കും. അടുത്ത് ഈ പറഞ്ഞ P&L അപ്രോപ്രിയേഷൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പാർട്ട്നേഴ്സിൻ്റെ ഷെയർ തന്നിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ റേഷ്യോ 1:2 അല്ലെങ്കിൽ 3:2 അല്ലെങ്കിൽ ഒരു റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അപ്പം പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതേസമയം ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തിനു വേണ്ടിയാണ് ഈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്? ഈ പറഞ്ഞ പാർട്ട്നേഴ്സിൻ്റെ ഈ പ്രോഫിറ്റ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പറഞ്ഞ ഐറ്റംസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എഴുതും അല്ലേ, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റ് കാണിക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ പാടുള്ളൂ. അതിന് ജേണൽ എൻട്രീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ബേസിക് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഫോർമാറ്റിലോട്ട് പോയത് അതുകൊണ്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കണം. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ലോസ് ആണെങ്കിലാണ് ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത്. മിച്ചം പറഞ്ഞ ഫിഗർ നമ്മൾ എന്ത് ചെയ്യും റേഷ്യോയിൽ നമ്മൾ വീതിച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മെയിനാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ടാണ് പോകേണ്ടത്. അതിന് മുമ്പായിട്ട് എപ്പോഴാണ് നമ്മൾ ഈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ നമ്മൾ 2 പ്രോബ്ലത്തിലും നമ്മൾ ആ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാലറി കമ്മീഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട P&L അപ്രോപ്രിയേഷൻ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ബിഫോർ മേക്കിംഗ് എബോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ എന്ന് പറയുമ്പോൾ ബിഫോർ മേക്കിംഗ് ഈ പറഞ്ഞ സാലറി കമ്മീഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ ഏത് മെത്തേഡാണെന്ന് നോക്കിയിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഏതൊക്കെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. On 1st January 2003, Arun and Anil entered into a partnership contributing ₹20,000 and $30,000 respectively and sharing profit and losses in the ratio 1:2.
അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞത് അരുണും അനിലുമാണ്. 1 ജാനുവരി ആ ഡേറ്റ് തന്നിട്ടുണ്ടല്ലേ, എന്നാണ് ബിസിനസ് സ്റ്റാർട്ട്. അപ്പം ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എന്തെന്ന് പറഞ്ഞാൽ കാണിക്കും, ബൈ ക്യാഷ് എന്ന് പറയാൻ കാണിക്കുന്നത് അല്ലേ. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽസ് എത്രയുണ്ട്, 20,000 അല്ലേ. അരുൺ അനിൽ വന്നിട്ട് 30,000. ഓക്കെ, അടുത്ത് ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 1:2. ഒരു പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 ആണ്. അരുൺ ഈസ് ടു ബി അരുണുടെ സാലറി ഓഫ് ₹6,000 പെർ ഇയർ. അപ്പോൾ അരുണിന് 6,000 സാലറി കൊടുക്കണമുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 പാർട്ട്നേഴ്സിനും 5% ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത് അനിൽ ഈസ് എൻഡഡ് ടു റിസീവ് കമ്മീഷൻ ഓഫ് ₹2,000. അനിലിന് കമ്മീഷൻ എത്ര രൂപ കിട്ടണമുണ്ട്, ₹2,000 കിട്ടണമുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ അനിൽ വിഡ്രോ ₹2,000 ആൻഡ് അരുൺ ₹2,500. അപ്പോൾ അനിൽ 2,000 വിഡ്രോ ചെയ്യണമുണ്ട്, അരുൺ എന്ത് ചെയ്യണം, 2,500 വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് പറയാം, ഡ്രോയിങ്സ് എന്ന് നമുക്ക് പറയാം. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം ബീയിങ് ₹40 and 50. അപ്പം ഡ്രോയിങ്സ് 2,000 ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 40, 2,500 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 50 ആണ്. പ്രോഫിറ്റ് ഇൻ 2013 ബിഫോർ ദി എബോ മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ് വാസ് ₹15,000. അപ്പം ഈ പറഞ്ഞ പോലെ അല്ലേ, നമ്മളൊക്കെ അറിയാം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഹിന്റ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടോ, പ്രോഫിറ്റ് ഇൻ 2013 ബിഫോർ ദി എബോ മെൻഷൻഡ് അഡ്ജസ്റ്റ്മെന്റ് വാസ് ₹15,000. അപ്പോൾ ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്, ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് എത്ര രൂപ ഉണ്ടെന്നാണ് പറയുന്നത്, 15,000 അല്ലേ. 15,000 നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അടുത്ത് ഡെബിറ്റ് സൈഡിൽ പറഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം സാലറി എന്ന് പറഞ്ഞാൽ ആർക്കാണുള്ളത്, ഈ പറഞ്ഞതുപോലെ അരുണിനാണ് സാലറി. അപ്പോൾ ടു സാലറി ടു അരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് 6,000 കാണിക്കും. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അരുണിൻ്റെ എമൗണ്ടും അനിലിൻ്റെ എമൗണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അരുണിൻ്റെ എമൗണ്ടും അനിലിൻ്റെ എമൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 20,000 ഇൻറ്റു 5/100, 20,000 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ നമുക്ക് 20,000 ഇൻറ്റു 5/100 ആണ്. 5/100 എന്ന് പറയുമ്പോൾ 1,000. ഓക്കെ, 1,000ഉം ഈ പറഞ്ഞതുപോലെ 30,000 വന്നിട്ട് 1,500 എന്നും കിട്ടും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 2,500 എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അടുത്ത് ഇനി എന്താണ് പറയണത്, ഈ പറഞ്ഞത് അനിലിന് കമ്മീഷനുണ്ട്, എത്ര രൂപ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്, 2,000. അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ വരും, ഡെബിറ്റ് സൈഡ് ടു കമ്മീഷൻ ടു അനിൽ, കമ്മീഷൻ ടു അനിൽ എന്ന് പറഞ്ഞിട്ട് 2,000 നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ ഇനിയുള്ളത് ഡ്രോയിങ്സും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡാണ് നമ്മളത് കാണിക്കുന്നത്, ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇവിടെ ഡ്രോയിങ്സ് എടുക്കില്ല, ഏത് മാത്രമേ എടുക്കുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, അനിലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് എത്രയെന്ന് പറയുന്നത്, ഈ പറയുന്നത് 40 എന്ന് പറയുന്നത്. അരുണിൻ്റെ വന്നിട്ട് എത്രയാണ് പറയുന്നത്, 50 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അനിലിൻ്റെ 2,000 അല്ലേ, അരുണിൻ്റെത് 2,500 ഡ്രോയിങ്സ്, അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് 40, 50. അപ്പം ഈ പറഞ്ഞ അനിലിൻ്റെ ഡ്രോയിങ്സ് വന്നിട്ട് 40, അരുണിൻ്റെ ഡ്രോയിങ്സ് വന്നിട്ട് എത്രയുണ്ട്, 50 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, 40, 50 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 90 എന്ന് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 90 എന്ന് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കാണിക്കും. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. അപ്പോൾ 15,000 90 അല്ലേ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 15,090 എന്ന് കിട്ടും. അടുത്ത് ഈ 15,090 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇത്രയൊന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 6,000ഉം 2,500ഉം 2,000 നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4,590 എന്ന് കിട്ടും. 4,590 ഇതെന്താണ്, പ്രോഫിറ്റാണ്. ഡെബിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എന്താണ്, പ്രോഫിറ്റ് ആർക്കൊക്കെ, അരുണിനും അനിലിനും നമ്മൾ ഏത് റേഷ്യോ, 1:2 എന്നുള്ള റേഷ്യോ തിരിച്ചു കൊടുക്കും. അപ്പം നേരത്തെ ചെയ്തതുപോലെ 4,590 അല്ലേ, 4,590 ഇൻറ്റു 1/3 ആർക്ക് കിട്ടും, അരുണിന് കിട്ടും അല്ലേ. അടുത്ത് അനിലിന് എത്ര കിട്ടും, ഈ പറഞ്ഞ 4,590 ഇൻറ്റു 2/3 ചെയ്യുമ്പോൾ നമുക്ക് ആർക്ക് കിട്ടും, അനിലിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,530
3060 ആണ് എന്തുമായിട്ട് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ ഒന്നുകൂടെ പറയാം. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞു തരും. പിന്നെ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ മിഷൻ ഡെബിറ്റ് സൈഡ് വന്നുകൊണ്ട് പ്രോഫിറ്റ് ആ പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ 1:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അടുത്ത പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഏത് മെത്തേഡാണെന്ന് അറിയണം. ഫിക്സഡ് മെത്തേഡാണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണെന്ന് അറിയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയണം. അപ്പം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പറയേണ്ട ഏതാണ്, ഇത് ചെയ്യേണ്ട ഏതാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഡിഫറൻസ് പറയാൻ നേരത്തെ പറയുന്നത് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഏത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പം ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എഴുതി. അപ്പോൾ ബാക്കി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എവിടെ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ട്. അടുത്ത് ബാക്കി ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം. ആദ്യം ബൈ സാലറി. ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് അരുണിന് മാത്രമാണ് സാലറി ഉള്ളത് 6000. അടുത്ത് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1000-ഉം 1500. അടുത്ത് ബൈ കമ്മീഷൻ. ബൈ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് കമ്മീഷൻ? അനിലിനാണ് കമ്മീഷൻ 2000. അപ്പോൾ ആ കമ്മീഷൻ അനിലിൻ്റെ എമൗണ്ട് കൊടുത്തിട്ട് കാണിക്കും. അടുത്ത പ്രോഫിറ്റ്, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് 1530, 3060. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിലോട്ട് കാണിക്കും. അടുത്ത് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റം ഏതാണ്? ഫസ്റ്റ് ഐറ്റം ഡ്രോയിങ്സ് ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് വന്നിട്ട് അരുണിൻ്റെ എമൗണ്ട് വന്നിട്ട് 2500, അനിലിൻ്റെ എമൗണ്ട് വന്നിട്ട് 2000 എന്ന് പറയുന്നുണ്ട്. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യും? ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് അനിലിൻ്റെ 40 ആണ്. അടുത്ത് അരുണിൻ്റെ എന്താണ് 50 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ബൈ ക്യാഷ് ക്യാപിറ്റൽ ചെയ്തിട്ടുണ്ട്. ബൈ സാലറി അല്ലേ, അപ്പോൾ നമുക്ക് പി ആൻഡ് അപ്രോപ്രിയേഷൻ വരച്ചതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ എമൗണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സാലറി ആയിട്ട് അരുണിൻ്റെ കൊടുത്ത് കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേർക്കുള്ള ഡയറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും അല്ലേ. ഇനി വീണ്ടും ഒരിക്കലും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ബൈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അനിലിന് കാണിക്കും. ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കും. ലോസ് ആയിരുന്നു ഡെബിറ്റ് സൈഡ് വരുമായിരുന്നു. പിന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇവിടെ പി ആൻഡ് അപ്രോപ്രിയേഷൻ ശ്രദ്ധിക്കണം, ഏത് മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യുക അല്ലേ. അപ്പോൾ ബാലൻസ് ചെയ്യാൻ നേരത്തെ ആദ്യം 30,000, 1500, 2000 കൂട്ടുമ്പോൾ 33,500, 33,500 3000 കൂട്ടുമ്പോൾ 36,560 എന്ന് കിട്ടും. 36,560. അടുത്ത് ഇവിടെ 20,000, 27,000, അടുത്ത് 28,530 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. 28,530 36,560 നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. മിഷൻ പറഞ്ഞ എമൗണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. ടു ബാലൻസ് അതെ ബാലൻസ് ചെയ്യണമെന്ന് വെച്ചാൽ 28,530 2,550 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം 25,980 എന്ന് വരും. ഇതിൽ നിന്ന് ഇത് രണ്ട് മൈനസ് ചെയ്യുന്ന നമുക്ക് എത്ര കിട്ടും? 25,980 എന്ന് കിട്ടും. അടുത്ത് അനിലിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന നേരത്ത് 36,560 നിന്ന് മൈനസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് 34,520 എന്ന് വരും. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് അല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പാർട്ട്നേഴ്സ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് അക്കൗണ്ടാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? തയ്യാറാക്കിയാൽ മതി. ഇപ്പോൾ ഫിക്സഡ് ആണെങ്കിൽ അത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം